കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ മാസികകളിലും ടി വിയിലും മൊബൈലിലും അങ്ങനെ പല വഴികളിലും സന്യാസികളുടെ പടങ്ങളും സന്യാസിയെപ്പറ്റി കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ശരിക്കും ആരാണൊരു സന്യാസി? ആർക്കൊക്കെ ഒരു സന്യാസിയാകാൻ സാധിക്കും? ഒരു സന്യാസി എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്? ഇവരുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കും? എങ്ങനെ ഒരു സന്യാസിയാകാം എന്നതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. നിങ്ങൾക്കും ഒരു സന്യാസിയാകാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഒരു സന്യാസി എന്നാണ്. ഇന്ന് നാം പ്രത്യക്ഷത്തിൽ കാണുന്ന പല സന്യാസിമാരും യഥാർത്ഥ സന്യാസിമാരല്ല. സന്യാസി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന രൂപം കാവ്യ വസ്ത്രം ധരിച്ച് ജടയുള്ള മുടിയുമായി ഭസ്മം തേച്ച് നടക്കുന്നവരെയാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഒരാൾക്ക് സന്യാസിയാകാൻ സാധിക്കില്ല. സന്യാസി എന്നതിൻ്റെ അർത്ഥം സർവ്വസംഘ പരിത്യാഗി എന്നാണ്. എന്നുവെച്ചാൽ ജീവിതത്തിലുള്ള എല്ലാത്തിനെയും ത്യജിക്കുന്ന വ്യക്തി. ഒരു സന്യാസിക്ക് ഒരിക്കലും ഞാൻ എൻ്റേത് എന്ന ഭാവങ്ങൾ ഉണ്ടായിരിക്കില്ല. ഒരു സന്യാസി തൻ്റെ ജീവിതം നയിക്കുന്നത് പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരിക്കും. സന്യാസിമാരെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവിധ മതങ്ങളിൽ സന്യാസികളുണ്ട്. ബുദ്ധമത സന്യാസികൾ, ക്രിസ്തുമത സന്യാസികൾ, ഹിന്ദുമത സന്യാസികൾ, ജൈനമത സന്യാസികൾ, അങ്ങനെ നിരവധി പാരമ്പര്യങ്ങളിൽ സന്യാസികളുണ്ട്. സന്യാസികൾ ലോകത്തിൻ്റെ സാമാന്യ വ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായി ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. ഇവരുടെ സമൂഹം ഇവരുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. സന്യാസിമാരുടെ സമൂഹങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് സഹജീവനം, പ്രാർത്ഥന, ധ്യാനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. സന്യാസികളുടെ സമുദായങ്ങൾ വിവിധ സംസ്കാരങ്ങളിലേക്ക് വ്യാപിച്ചു. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ മൊനാസ്ട്രികൾ രൂപീകരിക്കപ്പെട്ടു. ഈ സമുദായങ്ങൾ ആത്മീയതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറി. ഇന്നത്തെ കാലത്ത് സന്യാസികളുടെ ജീവിതം പലവിധമായി മാറിയിട്ടുണ്ട്. എന്നാൽ അവരുടെ സമർപ്പണം, സമാധാനം, സേവനം എന്നിവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബുദ്ധമതം, ക്രിസ്ത്യാനിത്വം, ഹിന്ദുമതം തുടങ്ങിയവയിൽ ഇന്നും സന്യാസികൾ ആത്മീയതയെ പ്രചരിപ്പിക്കുന്നു. സന്യാസിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സന്യാസിയാകുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ നാം ഇന്ന് കാണുന്ന പലരും കപട സന്യാസികളാണ്. യഥാർത്ഥ സന്യാസിമാർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമെന്നതാണ് ഒരു സന്യാസി പ്രധാനമായി പാലിക്കേണ്ടത്. മറ്റ് മതങ്ങളോട് വിവേചനം കാണിക്കുന്ന ഒരാൾ ഒരിക്കലും യഥാർത്ഥ സന്യാസിയാകുന്നില്ല. ഒരു യഥാർത്ഥ സന്യാസി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് കൊല ചെയ്യാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നത് തെറ്റായി കാണുന്നു. ഒരു സന്യാസി തികഞ്ഞ ഒരു ബ്രഹ്മചാരിയായിരിക്കണം. ഒരു തരത്തിലുള്ള ബന്ധങ്ങളിലും ഏർപ്പെടാതിരിക്കാൻ ഒരു സന്യാസി സന്നദ്ധനായിരിക്കണം. മാസത്തിൽ 2 ദിവസമെങ്കിലും പട്ടിണി കിടക്കണം. ഏറ്റവും കുറഞ്ഞത് 2 ദിവസമാണ്. 2 ദിവസത്തിൽ കൂടുതലും എത്ര വേണമെങ്കിലും ഇതനുഷ്ഠിക്കാം. ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും പട്ടിണി കിടന്നിരിക്കണം. ഒരു സന്യാസിയുടെ കൈ എപ്പോഴും സത്യമായിരിക്കണം. കള്ളം പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല. സത്യത്തിൻ്റെ പാതയിലായിരിക്കണം ഒരു സന്യാസി എപ്പോഴും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ശരീരചേഷ്ടകളിൽ ആകൃഷ്ടനാവാൻ പാടില്ല. നൃത്തം പോലുള്ള ചേഷ്ടകളിൽ ആകൃഷ്ടനാവുന്നവനായിരിക്കരുത് ഒരു സന്യാസി. ഒരു സന്യാസി സ്വന്തം മാതൃരാജ്യത്തോട് കൂറുള്ളവനായിരിക്കണം. മാത്രമല്ല സന്യാസി എന്നാൽ ഭയരഹിതനായിരിക്കണം. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്. ആരുടെ മുന്നിലും തലകുനിക്കാനും പാടില്ല. ഇപ്പോൾ നാം കാണുന്നവരിൽ കപട സന്യാസികൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഒരു യഥാർത്ഥ സന്യാസി ഇവയൊക്കെ പാലിച്ചാണ് ജീവിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് സന്യാസിയാകാൻ സാധിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ചാലോ? സന്യാസികൾ ആത്മീയതയുടെ പ്രതീകമായ ഒരു ജീവിതശൈലി സ്വീകരിച്ചവരാണ്. ഒരാൾ ഒരു സന്യാസിയാകാൻ തീരുമാനിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ജീവിതമായിരിക്കില്ല ഒരു സന്യാസിയുടേത്. സന്യാസികൾ ആത്മീയതയെ മുൻനിരയിൽ വെച്ചുകൊണ്ട് സമാധാനത്തിനും സേവനത്തിനും പ്രാധാന്യം അറിയിക്കുന്നവരാണ്. സന്യാസിമാരുടെ ജീവിതം ധ്യാനം, പ്രാർത്ഥന, പഠനം എന്നിവയുടെ സമർപ്പിതമായ ഒരു ജീവിതമാണ്. സന്യാസിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആദ്യം ആത്മീയമായ ഒരു ആഹ്വാനം അനുഭവപ്പെടണം. ഒരു വ്യക്തി ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച ശേഷമായിരിക്കണം സന്യാസിയാകുന്നതിനായി തീരുമാനമെടുക്കേണ്ടത്. ആഹ്വാനം അനുഭവപ്പെടുന്ന വ്യക്തിക്ക് ആത്മീയതയിലേക്ക് ആഴത്തിലുള്ള ഒരാഗ്രഹം നൽകുന്നു. ഒരു വ്യക്തിക്ക് ഈ വഴിയിൽ കടക്കാൻ സാധിച്ചാൽ തൻ്റെ ജീവിതത്തിൻ്റെ ശാന്തി കണ്ടെത്താൻ സാധിക്കും. ഉള്ളുകൊണ്ട് തോന്നി ഒരു വ്യക്തി സന്യാസിയാകാൻ തീരുമാനിക്കുന്നതിന് മുൻപ് വ്യക്തി സ്വയം ആത്മപരിശോധന നടത്തുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആത്മീയതയുടെ പാതയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണോ? പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സന്യാസ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടക്കാവൂ.
ബുദ്ധമതം, ക്രിസ്ത്യാനിസം, ഹിന്ദുമതം തുടങ്ങിയ നിരവധി പാരമ്പര്യങ്ങളിൽ നിന്നും ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക. ഓരോ പാരമ്പര്യങ്ങൾക്കും പ്രത്യേക നിയമങ്ങളും പ്രാക്ടീസുകളുമുണ്ട്. കൃത്യമായ ഒരു പാരമ്പര്യം തീരുമാനിച്ച ശേഷം ഒരു ഗുരുവിനെ കണ്ടെത്തുക. ഒരു ഗുരുവിനായിരിക്കും സന്യാസ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ യാത്രയിൽ ഏറ്റവും നന്നായി സഹായിക്കാൻ സാധിക്കുക. ശേഷം ഒരു സന്യാസി മഠം അഥവാ ആശ്രമത്തിൽ ചേരുക. അവിടെ വസിക്കുന്നതിലൂടെ വ്യക്തിക്ക് സമുദായ ജീവിതം അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല, പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ സന്യാസികൾ ദിവസവും പാലിക്കേണ്ട കാര്യങ്ങളും അവിടെ നിന്നും പരിശീലിക്കുക. തുടർന്ന് ഒരു സന്യാസിയായി മാറുകയും ചെയ്യാം. ഒരു സന്യാസിയുടെ പരിശീലനം വളരെ കഠിനമായിരിക്കും. ധ്യാനം, പഠനം, സേവനം എന്നിവയിൽ നിങ്ങൾക്ക് ശക്തമായ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. സന്യാസിയാകാനുള്ള വഴി എളുപ്പമല്ല. ധൈര്യം, സമർപ്പണം, ആത്മവിശ്വാസം എന്നിവ ആവശ്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഭയങ്ങൾ എന്നിവയെ നേരിടേണ്ടി വരും. എന്നാൽ ഈ യാത്രയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശാന്തിയും സുഖവും ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്താൻ സഹായിക്കും. ഒരു വ്യക്തിക്ക് സന്യാസിയാകാൻ ആശ്രമത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. സ്വന്തം വീട് തന്നെ ആശ്രമമായി കണ്ടും സന്യാസിയാകാം. സന്യാസിയുടെ ഭാവം ഉൾക്കൊണ്ട് എവിടെ വേണമെങ്കിലും ഒരു സന്യാസിയായി ജീവിക്കാം. ഒരു സന്യാസിയുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വിവിധ പാരമ്പര്യങ്ങളനുസരിച്ച് ഇവർക്കിടയിൽ വ്യത്യാസമുണ്ടായിരിക്കും. എന്നാലും പൊതുവായി പാലിച്ചു വരുന്ന ചില ദൈനംദിന കൃത്യങ്ങളുണ്ട്. സന്യാസികൾ സമാധാനത്തിൻ്റെ പ്രതീകമാണ്. ആത്മീയതയുടെ പാതയിലേക്ക് നയിക്കുന്നവരാണ്. സന്യാസികളുടെ ജീവിതം രാവിലെ തന്നെ ആരംഭിക്കുന്നു. പതിവായി അവർ 4 മുതൽ 5 വരെയുള്ള സമയത്താണ് ഉറക്കം ഉണരാറുള്ളത്. ഉറക്കം ഉണർന്ന ശേഷം അവർ പ്രാർത്ഥനയും ധ്യാനവും നടത്തുന്നു. ഈ സമയം അവർ ആത്മാവിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. പ്രഭാത സമയത്ത് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വളരെ വലിയ പ്രാധാന്യമാണ് ഇവർ നൽകുന്നത്. ഇതവരുടെ മനസ്സിനെ ശാന്തമാക്കുകയും ദൈവത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവസവും 1 മുതൽ 2 മണിക്കൂർ വരെ അവർ ധ്യാനത്തിനായി മാറ്റിവെക്കുന്നു. ധ്യാനത്തിന് ശേഷം സന്യാസികൾക്ക് ആ ദിവസത്തെ ജോലികൾ ആരംഭിക്കാവുന്നതാണ്. സന്യാസികൾ ഭക്ഷണം തയ്യാറാക്കുന്നത് മുതൽ ശുദ്ധീകരണം വരെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നു. ഇതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സന്യാസിമാർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു, കൂടാതെ സമുദായത്തിൽ സേവനം ചെയ്യുന്നു. ഈ കൂട്ടായ്മ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമാണ്. പരസ്പരം പിന്തുണ നൽകുന്നത് അവരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ദിവസത്തിൽ ഒരു ഭാഗം അവർ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും പഠിക്കുന്നതിനും ചെലവഴിക്കുന്നു. ഈ പഠനം അവർക്ക് ആത്മീയമായ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വൈകുന്നേര സമയത്ത് സന്യാസിമാർ വീണ്ടും പ്രാർത്ഥനയും ധ്യാനവും നടത്തുന്നു. ഈ സമയത്ത് അവർ അവരുടെ അന്നത്തെ ദിവസത്തെ വിലയിരുത്തുകയും ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമാണ് സന്യാസിമാരുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. ഈ വീഡിയോയിലൂടെ ആരാണ് ഒരു സന്യാസി, എന്തൊക്കെ കാര്യങ്ങൾ സന്യാസികൾ പാലിക്കേണ്ടതുണ്ട്, എങ്ങനെ ഒരു സന്യാസിയാകാം, അവരുടെ ജീവിതശൈലി എങ്ങനെയായിരിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.